വന്ന പേഷ്യന്റില് അവരുടെ ഒരു തലവേദന ഭയങ്കരമായിട്ട് അവർക്ക് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് അതിനു വേണ്ടിയിട്ട് ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞത്. അത് ആക്ച്വലി ഈ തലവേദന വരുന്നതിന്റെയും BP കൂടുന്നതിന്റെയും അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സെർവിക്കൽ സ്പോണ്ടോസിസും അവരുടെ നെക്കിന്റെ ഇടയിലുള്ള ഞരമ്പുകളുടെ ജാമിങ് ആണെന്ന് പലപ്പോഴും പേഷ്യൻസ് തിരിച്ചറിയാറില്ല. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കുന്നു, BP കൂടുന്നു എന്ന് പറയുമ്പോൾ ആ തലവേദനയുടെയും BPയുടെയും ടാബ്ലറ്റ് കഴിച്ച് സബ്സൈഡ് ചെയ്യണം. പക്ഷെ മൂലകാരണത്തിന് ഒരിക്കലും അവർ ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ വെച്ചാൽ നമ്മളുടെ ഇവിടെയുള്ള ട്രാക്ഷൻ, നമ്മൾക്ക് ഏത് സമയവും നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് നമ്മളുടെ തല ഏകദേശം എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന സാധനം ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പോ അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാല് കുറച്ചു നേരം നമ്മളിത് ഇങ്ങനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ പോസ്റ്റർ കറക്ഷൻ. ഇപ്പൊ ഞാൻ തന്നെ ഈ ഫുൾ ഡേ ഈ കൺസൾട്ടേഷൻ ഈ ചെയറിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഇത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യാവും, കുറച്ച് ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ബാക്കിൽ ഒരു പില്ലോ ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ തല എപ്പോഴും അധികം ഇങ്ങനെ ഏത് സമയം താഴെ ഡ്രോപ്പ് ചെയ്യാതെ കുറച്ച് നമ്മൾ തന്നെ ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മുടെ തല എങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആവുന്നതും നല്ലതാണ്. അപ്പൊ അതുമൂലം ഉണ്ടാവുന്ന നെക്കിന്റെ ഈ പ്രശ്നങ്ങളും തലയുടെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നെക്കിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അല്ലാതെ നമ്മൾ ചുമ്മാ തലവേദനയുടെയോ BPയുടെ മരുന്ന് വെച്ചിട്ട് എന്താ കാര്യം? നമ്മളുടെ കഴുത്തിന്റെ പ്രശ്നമല്ലേ നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ അത് ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു.